ഹായ് എവരിവൺ, വെൽക്കം ടു മൈ ചാനൽ. ഇന്ന് നമുക്ക് ചീര ചേമ്പ് തോരൻ വയ്ക്കുന്നത് കണ്ടാലോ. രാവിലെ തന്നെ പറിച്ചെടുത്ത ചീരത്തണ്ടാണിത്. ഇത് മൊത്തത്തിൽ നമുക്ക് കറി വയ്ക്കാവുന്നതാണ്. തണ്ടും ഇലയും ഒരുപോലെ എടുക്കാം. ആദ്യം തന്നെ ഇതിൻ്റെ ചെറിയ നാരുകൾ പറിച്ച് കളയണം. പിന്നീട് നല്ല വെള്ളത്തിൽ കഴുകിയെടുത്ത് മാക്സിമം ചെറുതായിട്ട് അരിഞ്ഞെടുക്കാം. ഇനിയും ഒരു പാൻ അടുപ്പത്ത് വെച്ച് കടുക് പൊട്ടിച്ച് വറ്റലിട്ട് മാറ്റി വയ്ക്കാം. ഇതിലേക്ക് ചെറുതായി അരിഞ്ഞു വെച്ച ചീര ഇട്ട് ഒന്ന് ഇളക്കി വെച്ച് കൊടുക്കാം. ഒപ്പം അല്പം ഉപ്പും മഞ്ഞൾപ്പൊടിയും വിതറിയിടാം. വലിയ തീയിലൊന്നും ഇത് വേവിക്കേണ്ട ആവശ്യമില്ല. തീ കുറച്ചിടുക, അല്ലെങ്കിൽ അടിക്ക് പിടിക്കാൻ ചാൻസ് ഉണ്ട്. ഞാനിതിവിടെ മൂടി വെച്ചല്ല വേവിക്കുന്നത്. മൂടി വെച്ച് വേവിച്ചാൽ ചിലപ്പം വെള്ളം കിട്ടി ഒരു കുഴ പരുവത്തിലാകും. അതുകൊണ്ട് ഞാനിവിടെ മൂടി വയ്ക്കുന്നില്ല. ജസ്റ്റ് ഒന്ന് തട്ടിപ്പൊത്തി വെച്ച് കൊടുക്കാം. ഒരു 3 മിനിറ്റ് ശേഷം നമുക്കിതിലേക്ക് അരപ്പിട്ട് കൊടുക്കാം. അരപ്പിനായി ഒരു കപ്പ് തേങ്ങ, കാന്താരി, വെളുത്തുള്ളി, ചുവന്നുള്ളി, ഒരു നുള്ളു ജീരകം നല്ലപോലെ ഒന്ന് ഒതുക്കിയെടുത്ത് തോരനിലേക്കൊന്ന് തട്ടിപ്പൊത്തി വയ്ക്കുക. അങ്ങനെ അരപ്പും വെന്ത ശേഷം കുറച്ച് നേരത്തേക്ക് തോരനൊന്ന് വിതറിയിട്ട് കൊടുക്കാം. എന്തെങ്കിലും വെള്ളം കൂടുതലായി ഉണ്ടെങ്കിൽ അതൊന്ന് പോയി കിട്ടി ഒന്ന് തോർന്ന് കിട്ടാനുള്ള സമയം മാത്രം മതി. അത്രയും കൂടെ ചെയ്ത് കഴിയുമ്പോഴും തോരൻ ഇവിടെ റെഡിയായി കഴിഞ്ഞു. ഇങ്ങനെ പോഷകസമൃദ്ധമായ ഇലക്കറികളൊക്കെ എല്ലാവരും കഴിക്കുക. കൂടാതെ കുട്ടികളെയും ചെറുപ്പത്തിൽ തന്നെ ഇത്തരം കറികളൊക്കെ കൊടുത്ത് ശീലിപ്പിക്കുക. ഈ റെസിപ്പി ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. കമൻറ്റ് രേഖപ്പെടുത്തണം. സപ്പോർട്ട് ചെയ്യണം. താങ്ക് യു.